ഹായ് ഫ്രണ്ട്സ്, പ്രിയ സനശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീട്ടിൽ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്കൊരു കുഞ്ഞതിഥി കൂടെ വന്നു കേട്ടോ. ഞങ്ങൾക്കൊരു മോൻ ചെറുക്കനാണ് വന്നേ അല്ലേ അമ്മേ? ഇവള് ഫെബ്രുവരി 30 പ്രസവിക്കും എന്ന് പറഞ്ഞ് അമ്മ ഇരുന്നതാണ്. അവിടെ നിന്നാണ് ഇന്ന് ഡിസംബർ 24 പ്രസവിച്ച്. ഇതെങ്ങനെ പറ്റിയമ്മേ? പറയമ്മേ, സത്യം പറ. എനിക്കറിയത്തില്ല, ഞാൻ ഏപ്രിൽ 30 കുത്തി വെച്ച കണക്ക് എഴുതിയിട്ടിരിക്കുന്നത്, അത് നോക്കി വെച്ചിരുന്നത്. മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയപ്പം 8, ഈ 30 8 തികയത്തേ ഉള്ളൂ എൻ്റെ കണക്കിന്. പക്ഷേ അവള് പ്രസവിച്ചു. അമ്മ, എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കുത്തി വെച്ച ഏതോ ചന പിടിച്ചതാണ്. അല്ല പിന്നെ അതറിയത്തില്ല. ആദ്യം കുത്തി വെച്ചത് എന്തോ ചന പിടിച്ചതാണെന്ന് തോന്നുന്നു. അതായിരിക്കുമല്ലോ ഇങ്ങനെ പ്രസവിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും മാസം തികയാതെ പ്രസവിച്ച കിടാവല്ലിത്. മാസം തികയാതെ നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഇവ മാസം തികയാതെ പ്രസവിച്ചാന്ന്? ഒരിക്കലും അല്ല, അവൻ ഉഷാറായിട്ടിരിക്കുന്നു. അപ്പം എന്താ അമ്മ ഇതണ്ട് ഇവർക്ക് ഈ കച്ചി ഇട്ട് കൊടുത്തേക്കുന്ന പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ? പച്ച പോച്ച കൊടുത്തു കഴിഞ്ഞാൽ വയറിളകുമെന്ന് അമ്മ പറയുന്നത് കേട്ടോ. അതിന് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണക്ക കച്ചി, അതുപോലെ തന്നെ ചൂടുവെള്ളം ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവളുടെ മാച്ചൊന്നും പോയിട്ടില്ല. മാച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അവൾ തന്നെ ഉഷാറായിട്ട് നിൽക്കുന്നു. അപ്പം ഇവക്ക് കഞ്ഞി ഒക്കെ ഇനി കൊടുക്കുന്നുണ്ടോ? കഞ്ഞിയൊന്നും കൊടുക്കുന്നില്ല. പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ കഞ്ഞിയൊന്നും ഇപ്പം അവൾക്ക് കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, പണ്ടൊക്കെ നമ്മൾ പശുക്കൾക്ക് ഇത്രയും പാലൊന്നും കിട്ടുന്ന പശുക്കളല്ലായിരുന്നു. ഇപ്പം ഏറെ പാലൊക്കെ കിട്ടുന്ന പശുക്കൾക്ക് കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല ദഹനക്കേടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർ കൈ ഏക്കത്തില്ല. അവർ പറയും നമ്മളിതൊക്കെ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയും, തളർച്ച വരും. അപ്പം അതുകൊണ്ടാണെന്ന് പറയും. പണ്ട് കാലത്ത് ഇത്രയും പാലൊന്നും കിട്ടാത്ത പശുക്കൾക്ക് നമ്മൾ കൊടുക്കുമായിരുന്നു. തണുപ്പിന് ഇപ്പൊ ചൂട് സമയമാണ്, പക്ഷെ ഒരു പൂവങ്കലെങ്കിലും കൊടുത്താൽ നല്ലതായില്ലയോ? ഇതൊന്നും കൊടുത്തില്ല. പിന്നെ ടോണിക്ക് വാങ്ങിച്ചു കൊടുക്കും, ഡോക്ടർ കുറിച്ച് തരും. പിന്നെ ടോണിക്ക് കൊടുക്കെന്ന് പറയാം. ആ ടോണിക്കുകളെ 2-3 കുപ്പി കൊടുക്കും. പിന്നെ എന്തോ ഒരു ജെല്ല് പോലത്തെ ഒക്കെ മേടിച്ചു കൊടുക്കുന്നത്, ജെല്ല് പോലെയൊക്കെ. പിന്നെ കിതപ്പും അണപ്പിനും ഒക്കെ ഉള്ളത്, അങ്ങനെയൊക്കെയുള്ള ടോണിക്കുകളൊക്കെ മേടിച്ചു കൊടുക്കും. അപ്പം അതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ചെയ്യുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നാളുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അരിക്കഞ്ഞി കൊടുത്തു, പച്ചെണ്ണ മറ്റേ കൊടുക്കുമായിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ പച്ചെണ്ണയും മുട്ടയൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയും വീണു പോവും, പശു വീഴും എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ പേടിപ്പിച്ചേ പിന്നെ ഞാൻ എണ്ണയും കൊടുക്കത്തില്ല. അതുപോലെ തന്നെ നമ്മളെ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഈ മാച്ച് പോകാൻ താമസം വരുന്നതിനോ അതിനൊക്കെ എന്തെങ്കിലും എളുപ്പമാർഗ്ഗങ്ങളുണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കമ്മേ. ഞാൻ ഓരോരുത്തർ പറയും ഉച്ചയ്ക്ക് വെളിച്ചെണ്ണ പൊത്തി ഇട്ടിരുന്നാൽ എളുപ്പം അഴുക്ക് പോകുമെന്ന് പറയും. പിന്നെ വയറ് നിറഞ്ഞാലും അഴുക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വയറ് നിറഞ്ഞ് നിൽക്കുന്നു. പണ്ട് പറയും തേരകത്തിലെയും തൊണ്ടിയിലെയും മാവിലെയും ഒക്കെ കൊടുത്താൽ ഇത് പോകും, പെട്ടെന്ന് മാച്ച് പോയി. ഈ മാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ, ഈ പശു പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഒരു അഴുക്ക് തൂങ്ങിക്കിടക്കും. ആ അഴുക്ക് അത് കണ്ടോ, ഇത് കണ്ടോ അഴുക്ക് തൂങ്ങിക്കിടക്കുന്ന അത് കളയണമെന്നാ പറയണേ. നാളെ ഇനിയും പോയില്ലെങ്കിൽ നാളെ നേരത്തോട് നേരമാകുമ്പോൾ പിന്നെ അല്ലേ ഡോക്ടറെ വിളിച്ച് എടുത്ത് കളയേണ്ടവര്. അത് നമ്മൾ ഒരെണ്ണത്തിന്റെ നാരായണിയുടെ എടുത്ത് കളഞ്ഞില്ലേ, എടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ എടുത്ത് കളയേണ്ടതൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പശുവിന് ക്ഷീണമാണ്. നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ എടുത്ത് കളയേണ്ടൊന്നും വരാതെ അങ്ങ് പോകണേ എന്നൊക്കെ. ഒരു കുഴപ്പവും ഡോക്ടറെ വിളിക്കേണ്ടതായിട്ടും ഒന്നും വന്നില്ല. ഇന്ന് ഇവള് പ്രസവിച്ചതൊക്കെ അമ്മ എങ്ങനെയാ കണ്ടത്? പിന്നെ വലിയ മോൻ വന്ന് പറഞ്ഞു പശു ചവിട്ടുവോ, പശുവിന് ഏതാണ്ട് വയ്യാന്ന്. ഞാൻ വന്നപ്പം പശു ഇവിടെ കിടക്കുന്നു, പ്രസവിക്കാൻ തുടങ്ങുന്നു, കൈയൊക്കെ ഇങ്ങനെ. അങ്ങനെ ഓർക്കാപ്പുറത്ത് എല്ലാ പ്രാവശ്യവും ഇവിടെ അമ്മയ്ക്ക് രാത്രിയുള്ള പണി കൊടുക്കുന്നത്. ഈ പ്രാവശ്യം പകല് അല്ലേ? ഇന്ന് രാത്രി പ്രസവിച്ചിരുന്നെങ്കിൽ ഇന്നലെയും കിടന്നപ്പോ പറഞ്ഞു എന്റെ ദൈവമേ പകലെ പ്രസവിക്കാവേ, എനിക്ക് വയ്യ രാത്രി. ഡിസംബർ 24 ഉള്ളതാ ഇവൻ, ഞങ്ങളുടെ കുഞ്ഞുവാവ. കൊച്ചുമോനൂടെ വന്നു, അവനൂടെ ഞങ്ങളുടെ വീട്ടിലാ കേട്ടോ ഉണ്ണിയേശു. വെറുതെ ഇച്ചിരി നേരത്തെ ആയി പോയതേ ഉള്ളൂ. അപ്പം കണ്ടോ ഞങ്ങളുടെ പുതിയ കുട്ടനെ കണ്ടോ, ഞങ്ങളുടെ സുന്ദര ചെറുക്കനാണ്. എഴുന്നേറ്റ് പാലൊക്കെ കുടിച്ചിട്ട് നിൽക്കും. അമ്മയൊന്ന് പാലൊക്കെ കുടിപ്പിച്ച് ഞാൻ അവനെ കുപ്പിക്കകത്ത് കറന്നു കൊടുത്തു. എനിക്ക് കൈക്കൊക്കെ നല്ല ഇതില്ലാത്തതുകൊണ്ട് അവനെ ഞാൻ പൊക്കി നിർത്തിയില്ല, കുപ്പിക്കകത്ത് കൊടുത്തു. അവൻ കുടിച്ചിട്ട് കിടക്കുക, അവൻ എണ്ണിക്കാനൊക്കെ നോക്കുക. കൈയൊക്കെ പൊങ്ങി. പിന്നെ എരുത്തിനൊരു തെറ്റലൊക്കെ ഉള്ളത് കൊണ്ട് അവൻ തന്നെ ഇനി അങ്ങ് എണ്ണിക്കും. എരുത്തിൽ കണ്ടിട്ട് ആരും ഇനി കുറ്റം പറയാൻ നിൽക്കണ്ട. അവള് പ്രസവിച്ചതിന്റെ അപ്പം അവൾ ആ ചാണകം ഇട്ട് ചവിട്ടിയതിന്റെ ഒക്കെ ഇപ്പം അമ്മ കഴുകാനൊക്കെ തുടങ്ങി ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ഞാൻ
ഞാനിവിടെ വീഡിയോ എന്ന് പറഞ്ഞ് വന്നത്. ഇങ്ങോട്ട് നോക്കിയമ്മേ, പിന്നെ ഇവൻ ഇനിയും ചാടി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കയറിയിട്ട. കാരണം നിങ്ങൾ കണ്ടോ അമ്മയുടെ കൈ കണ്ടോ, അമ്മയുടെ കൈ ഇത് കാല് അതിന്റെ ബാക്കിയായിട്ടുള്ള ഒടിഞ്ഞ് വളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ അവൻ ചാടി പോയെങ്കിൽ ചാടിയൊക്കെ പോയ ഇവന്റെ പുറകെ പോകാനൊന്നും അമ്മയ്ക്ക് പറ്റത്തില്ല. അത് കെട്ടി അങ്ങ് ഇട്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇരുത്തൂട്ടിലെ കുഞ്ഞൻ വിശേഷങ്ങളൊക്കെ. അപ്പം ഇതിനിയിപ്പം അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവരൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കിയിട്ട് ഇവിടെ കിടക്കുക കഞ്ഞി. ഇനിയിപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി മാച്ച് കൂടെ പോയി കഴിഞ്ഞാൽ കുറെ പാലും പിഴിഞ്ഞു കളഞ്ഞു ഇവനും, കുറെ പിഴിഞ്ഞു ഇവനും കൊടുത്തു. ഇപ്പൊ ഇനി എത്ര ദിവസം വരെ നമ്മൾ ഈ പാല് ഉപയോഗിക്കത്തില്ല? ഇവിടെ ഞാനൊരു 10-20 ദിവസം അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ 7 ദിവസം ആകുമ്പം തൊട്ട് പാലങ്ങ് ഇപ്പൊ ഈ പെറ്റ് പ്രസവിക്കുന്നതിന് 7 മാസം വരെയും കറന്നുകൊണ്ടിരുന്നോണ്ട് പാല് എളുപ്പം തെളി. പാല് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 7 ദിവസം ആകുമ്പം സൊസൈറ്റി കൊടുക്കാം. പക്ഷെ ഇപ്പൊ 5 ദിവസം ആകുമ്പം തൊട്ടേ ഉപയോഗിക്കുന്നവരുണ്ട്. തൃപ്തി ഉണ്ടെങ്കിൽ. എനിക്ക് തൃപ്തിയില്ലല്ലേ? എനിക്ക് തൃപ്തിയില്ല. ഞാൻ എടുക്കുന്ന പിടിക്കുന്നതൊക്കെയാ ശരി. പക്ഷെ എനിക്കെന്നും കാണും പിന്നെ നേരത്തെ ഉള്ള പശുക്കൾ പെറ്റ് ഇങ്ങനെ നിൽക്കും. പ്രസവിച്ചതിന്റെ ഉടനെ എടുക്കേണ്ട ആവശ്യങ്ങളും എനിക്ക് വരാറില്ല, അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞെരുത്തിലെ വിശേഷം. നമ്മുടെ പശുമാമളെയൊക്കെ ഒത്തിരി നാളായില്ലേ കണ്ടിട്ട്. അപ്പൊ പുതിയൊരാൾ വന്നപ്പോൾ അവനെയും കാണിച്ച് പശുമാമളെയൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി. അപ്പോൾ അതേണ്ട ഞങ്ങളുടെ ഇരുത്തിലേക്ക് വന്ന ഞങ്ങളുടെ കുഞ്ഞതിഥി. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പച്ചപ്പോച്ചയൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും. അമ്മ പറഞ്ഞു കേട്ടോ, കച്ചി ഇല്ലെങ്കിൽ വെള്ളമയം ഇല്ലാത്ത പോച്ച, അതായത് കണ്ടത്തിലെ ഒന്നും കൊടുക്കല്ലേ, കരപ്പോച്ചകൾ കൊടുക്കുക. കരയ്ക്കൊക്കെ ഉണ്ടാകും. നമ്മൾ കണ്ടമെന്ന് ഉദ്ദേശിക്കുന്ന വയൽ, ഞങ്ങളുടെ ഇവിടോട്ടൊക്കെ കണ്ടം എന്ന് പറയുന്ന വയലിനാണ്. വയലുകളിലെ പോച്ച അല്ലാതെ കരപ്പോച്ച കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ കുഞ്ഞുവാവയെ കണ്ടോ എല്ലാവരും? ഇവനാണ് ഞങ്ങളുടെ പുതിയ കുഞ്ഞുവാവ. അമ്മേ, എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് ഇവരോട് നമ്മളെ കാണുന്നവരോട് പറഞ്ഞു കൊടുക്കാനുണ്ടോ? പശുക്കളെ അമ്മ ഇത്രയും നാൾ വളർത്തിയേ. അമ്മ ഇപ്പം എത്രയോ വർഷങ്ങളായിട്ട് വളർത്തുക. അതിൻ്റെ പ്രസവിക്കുന്ന ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഈ പ്രാവശ്യം ഇങ്ങോട്ട് നോക്കി പറ. ഞാനങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു പകലെ. എനിക്ക് കാലുമൊക്കെ വയ്യാത്തത് കൊണ്ട് താഴെയാ കിടക്കുന്ന, രാത്രി പ്രസവിച്ചാൽ ബുദ്ധിമുട്ടാ എന്ന് മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തായാലും വലിയ മോൻ വന്ന് ഒരു 2 മണിയായപ്പോൾ പറഞ്ഞു പശുവിന് അസുഖമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പം പ്രസവിക്കാൻ തുടങ്ങുന്നു. അതിലൊക്കെ രസം എന്താണെന്നറിയാം, മിനിങ്ങാന്ന് വരെ ഈ പടിയെല്ലാം കുത്തുപടിയെല്ലാം ഇറക്കി ഞങ്ങൾ ഇന്നുവേ അവളെ എരുത്തിരി നിർത്തിയുള്ളൂ. അവൾക്ക് എനിക്ക് കണ്ടിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അവൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയോണ്ട് ഇറക്കണ്ടെന്ന് പറഞ്ഞ് 2 ദിവസമേ ഉള്ള ഇറക്കാതെ. എന്തായാലും ഫെബ്രുവരി 30 പ്രസവിക്കാനിരുന്ന പശു ഡിസംബർ 24 പ്രസവിച്ചു. മോനെ കൂടെ വിളിച്ചു. അവൻ എന്തായാലും അവനൂടെ സഹായിച്ചു. പശു പ്രസവിച്ചു. വലിയ ബുദ്ധിമുട്ടും വലിയ ഒത്തിരി താമസങ്ങളൊന്നും വന്നില്ല. സന്തോഷം അതുകൊണ്ടില്ലയോ? ഇല്ല, കൂടുതലും ഞാൻ വരുമ്പം പ്രസവിച്ചു അവിടെ കിടക്കും. ഞാൻ അമ്മയെ ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് നോക്കിക്ക, അമ്മ നോക്കത്തില്ല. അമ്മ ഭയങ്കര സന്തോഷത്തില്ല. അമ്മയുടെ ചിരി കണ്ടോ നിങ്ങള്? അമ്മ ഓർക്കാപ്പുറത്ത് അമ്മയ്ക്ക് പ്രസവിച്ച് കൈ കിട്ടി. അതെന്താണെന്നറിയാം, അതിലൊക്കെ രസം. പുള്ളിക്കാരത്തിൻ്റെ പാലുകാരുടെ എല്ലാം പാല് കച്ചവടം പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നേ. അപ്പം പുള്ളിക്കാരത്തി ഓർത്ത പശുക്കളെല്ലാം ചനയായി പോയി, എല്ലാത്തിനും പാല് കുറഞ്ഞു. അങ്ങനെ ബുദ്ധിമുട്ടിൽ നിന്ന സമയത്താണ് ഇതിവിടെ പ്രസവിച്ച് കിട്ടിയത്. അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്പം തൊട്ട് വഴക്ക് തുടങ്ങും, കൊടുത്തേക്കാന്ന് പറഞ്ഞില്ലേ? അവര് കൊടുക്കണമെന്ന് പറയാ. പിന്നെ എന്നും ഉള്ള പാലുകാരുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇനിയിപ്പം 4-5 മാസം ആകും ഇനി ആരെങ്കിലും പ്രസവിക്കണമെങ്കിൽ. അപ്പൊ ഇതിനെ ചുരുക്കത്തിൽ കൊടുക്കുന്നില്ല. അന്നേരം പ്രസവിക്കുമ്പോ അമ്മയും മോനെയും കൂടെ കൊടുക്കാം. കണ്ടോ, അടുത്ത നമ്പർ കേട്ടോ നിങ്ങൾ, അടുത്ത നമ്പറാ ഈ ഇറക്കുമതി ചെയ്തത്. എനിക്ക് ഇച്ചിരി ചില്ലറയൊക്കെ വേണ്ടായ മക്കളൊക്കെ. അടുത്ത നമ്പറാണ് നിങ്ങൾ ഈ. ഇതിപ്പോ 2 പേർ കൂടെ ചനയുണ്ട്. 2 പേർ കൂടെ ചനയുണ്ട്. അപ്പം ഒരാളെ കുത്തി വെക്കാൻ ഇന്നലെ അലച്ചതാ ഒരു കിടാവിനെ. ഞാൻ ചെയ്തില്ല. ഇനി അടുത്ത പ്രാവശ്യം ആട്ടെ കിടാവാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും